ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു ഡിഷ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ചിക്കൻ മുള കബാബ് എന്ന് പറയും, അല്ലെങ്കിൽ ചിക്കൻ ബാംബു കബാബ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മുടെ തന്നെ കൂട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പലതും യൂട്യൂബിൽ കബാബ്സ് ഉണ്ടാക്കുന്നത് പലതും ഉണ്ടാവും, പക്ഷേ ഇങ്ങനൊരു രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കിലോ ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബ്രസ്റ്റ് പീസസ് ഒക്കെ ഇതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫുൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസസ് ആണ്. കണ്ടല്ലോ, നമ്മൾ ഇതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൂടെ ഫുള്ളായിട്ട് ബോൺലെസ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മളിത് മൊത്തം ബോൺലെസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ കണ്ടല്ലോ, ചില പീസസൊക്കെ നല്ല ചെറുതായിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഈ വലിയ പീസസ് കൂടെ ഇതുപോലെ നല്ല ചെറുതാക്കി എടുക്കണം. ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിനെ ഇതുപോലെ മുറിച്ചെടുക്കാം. കുറച്ചുകൂടെ വലിയ കത്തി ഉണ്ടെങ്കിൽ, കുറച്ചുകൂടെ വെയിറ്റുള്ള കത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യണതുകൊണ്ട് ഈ കത്തിയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ചെറുതാക്കണം കേട്ടോ. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. എന്നിട്ട് നമുക്കതിനെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇടിക്കുക കേട്ടോ. വല്ല ഇതോ മറ്റേ ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ചുറ്റികയോ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇടിച്ചു കൊടുക്കുക. സ്മാഷ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അടിപൊളിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെ ആക്കില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല ചെറുതാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായി ചെറുതാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഇടിക്കല്ലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇടണം. അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു 2 സ്പൂണ് മല്ലിയാണ് കേട്ടോ. ഞാൻ മല്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂണ് ഇത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മുളകുണ്ടല്ലോ, ഉണക്കമുളക്, അതിനെ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ എടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ചെടുത്താൽ മതി, ഒരു ചെറുതായിട്ട് ഒരു പിടി വരുന്ന പോലെ എടുക്കുക. അതിന് ശേഷം കുറച്ച് കുരുമുളകാണ് കേട്ടോ എടുക്കുന്നത്. കുരുമുളക് ആവശ്യത്തിന് കുറച്ച് നിങ്ങളുടെ ഒരു എരിവിൻ്റെ അനുസരണത്തിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് നമുക്ക് കടുക് കൂടെ എടുക്കുക. കടുക് കുറച്ച് മതി, കാരണം കടുക് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ചൊയ വരാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഞാൻ മഞ്ഞപ്പൊടി കൂടി ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/4 സ്പൂൺ എന്നൊക്കെ പറയണ പോലെ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം, നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ. ഞാൻ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. അതുപോലെ ഒരു സവോള എടുക്കാം. സവോള ഇവിടെ ഇതിലോട്ട് മുറിച്ച് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സവോള നമുക്ക് നീറ്റായിട്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതിലോട്ട് നമ്മുടെ മുറിച്ച് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മുടെ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 കൈ യൂസ് ചെയ്ത് നന്നായി കുഴച്ചോ. എൻ്റെ കൈ ഇപ്പോൾ മുറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു കൈ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുഴയ്ക്കണത് കേട്ടോ. 2 കൈയും വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മളിത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് എന്തായാലും ഒന്ന് മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കനലൊന്ന് റെഡിയാക്കി എടുക്കണം. കാരണം കനലിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോണത്. അതുകൊണ്ട് കനൽ നമുക്ക് ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു കുഴി ഒഴിച്ചിട്ട് ഇതുപോലെ 4 സൈഡ് കല്ല് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിരട്ടയാണ് മെയിനായിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് നല്ല അടിപൊളി കനൽ വേണം. അപ്പം അതിനായിട്ട് ചിരട്ടയാണ് എടുക്കുന്നത്. ഇതോടെ നിന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കനലാവട്ടെ. അപ്പോൾ എന്തായാലും ആ കനൽ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ആ ടൈമിൽ നമുക്ക് കുറച്ച് മുള ഇതുപോലെ വെട്ടിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മുളയിലാണ് നമ്മൾ ഇത് ചുട്ടെടുക്കാൻ പോണത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുള വെട്ടുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തൊരു മുളക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇനിയിപ്പോൾ മുളയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ വടിയാണെങ്കിലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കനൽ അത്യാവശ്യം റെഡി ആവാറുണ്ട് കേട്ടോ. ആ സമയം നമ്മൾ ഈ വെട്ടിവെച്ച ഇതുണ്ടല്ലോ ബാംബൂ സ്റ്റിക്സ്, ഇതിപ്പോൾ തൽക്കാലം ഇതിലോട്ട് നമ്മുടെ ഈ സാധനം തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇതുപോലെ ചേർത്താനുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ ബട്ടർ നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബാംബൂ സ്റ്റിക്സിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് പോവാത്ത വിധത്തിൽ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്കിപ്പോൾ എന്തായാലും 4 സ്റ്റിക്സാണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം 4 ഇവിടെ തികയണ പോലെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം മൊത്തമായിട്ട് ഈ ഒരു ഭാഗം മാത്രമാണ് കവർ ചെയ്യണത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിക്കാനായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റിക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി സ്റ്റിക്സിൽ കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 അടിപൊളിയായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രില്ല് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിലോട്ട് ഇത് പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്രില്ലിൻ്റെ മുകളിലോട്ട് പതുക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ വെക്കണം. അപ്പം അതിന് പാകത്തിനായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ബട്ടർ കൂടെ ചേർത്തി കൊടുത്ത് പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറിയൊരു നാരങ്ങ എടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാൻ പോകണം കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. നമ്മളെന്തായാലും കുറച്ച് പുളിപ്പിരുന്നോട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് നാരങ്ങ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ല പുളിപ്പിന് വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് നമുക്കൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഈ സൈഡിലൂടെ ഒന്ന് പിഴിയാം. ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അധികമൊന്നുമില്ല, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും പറയുന്നില്ല, നിങ്ങൾ തന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് തരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.